പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാനോ ജോലിക്കോ ആയി പോകാൻ തയ്യാറായിരിക്കുന്നവർ ഈ വീഡിയോ കാണാതെ സ്ക്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകരുത്. കാരണം ബഹുഭൂരിപക്ഷം വരുന്ന ഏജൻസികളും വെറും കള്ളന്മാരും നിങ്ങളുടെ പണം തട്ടിയെടുക്കാൻ വേണ്ടി ഇരിക്കുന്നവരുമാണ്. ഇന്നലെ ഒരു പെരുങ്കള്ളിയെ പോലീസ് പിടിച്ചു. അതുപോലെ ഒരുപാട് കള്ളന്മാരും കള്ളികളും നിങ്ങളുടെ കാശ് പറ്റിക്കാനായിട്ട് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നിങ്ങളുടെ ചുറ്റുമുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന 10 പേരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അതിൽ 9 പേരും പറ്റിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. വലിയ എമൗണ്ടുകളേക്കാൾ കൂടുതൽ ചെറിയ എമൗണ്ടുകളാണ് ഈ കള്ളന്മാർ ഇനീഷ്യൽ പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കുന്നത്. വലിയ എമൗണ്ടുകളും തട്ടിക്കുന്ന വലിയ കള്ളന്മാരുണ്ട്. പുറം രാജ്യങ്ങളിലേക്ക് ജോലിക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള തട്ടിപ്പാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. പഠിക്കാനായിട്ട് പോകുന്ന ആളുകൾ ഈ തട്ടിപ്പിന് വലിയ രീതിയിൽ ഇരയാകുന്നില്ല എന്നതാണ് സത്യം. എന്നാൽ അവിടെയും ഈ ഒരു തരം തട്ടിപ്പുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ പഠിക്കാനായി പോകുമ്പോൾ ഈ രാജ്യങ്ങളിൽ ഒരുപക്ഷെ പഠനം ഫ്രീ ആയിരിക്കും. എങ്കിലും ഈ ഏജൻസികൾ നമ്മളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങും. എന്നാൽ അവർ ചെയ്യുന്ന ജോലി കൃത്യമായി ചെയ്യുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. എന്നാൽ അതിനിടയിൽ തട്ടിക്കുന്ന ഒരുപാട് കള്ളന്മാർ പഠിക്കാനായി കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് അവിടെയും പറ്റിക്കുന്നുണ്ട്. അത് കുറവാണെന്ന് മാത്രം. അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ആഡുകൾ നൽകിക്കൊണ്ടും പറ്റിക്കുന്നവർ, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ വെച്ചുകൊണ്ട് പരസ്യം ചെയ്ത് അവരെ കൊണ്ട് പറ്റിക്കുന്നവർ, അതായത് അവരെ ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ വിശ്വസിക്കുമല്ലോ. അങ്ങനെ ആ ഒരു ചതിയിൽ വീണ ഒരുപാട് ആളുകളുമുണ്ട്. അതുപോലെ മറ്റേതെങ്കിലും ഒരു പേരിട്ട് ഒരു ഏജൻസിയും തുടങ്ങി ചെറിയ ഇനീഷ്യൽ പേയ്മെൻറ്റ് മാത്രം വാങ്ങിക്കൊണ്ട് പ്രോസസ്സിങ് ജോലിക്കായുള്ള പുറം രാജ്യങ്ങളിൽ ജോലിക്കായുള്ള പ്രോസസ്സിങ് നടത്തിത്തരാമെന്ന് പറഞ്ഞ് വിസ വന്നതിന് ശേഷം മുഴുവൻ പൈസയും നൽകിയാൽ മതിയെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങളെ കൊണ്ടുപോകാതെ പറ്റിക്കുന്നവർ. അതിനുശേഷം അവരെ വിളിക്കുമ്പോൾ അവരുടെ തെറി അല്ലെങ്കിൽ തന്തയ്ക്കുമുള്ള വിളി നമ്മൾ കേൾക്കേണ്ടി വരും. നമ്മൾ അവർക്ക് പണം കൊടുത്ത് നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മളാണ് അവരെ ശരിക്കും തെറി വിളിക്കേണ്ടത്. പക്ഷെ അവരുടെ തെറി നമ്മൾ ആദ്യം കേൾക്കേണ്ടി വരും. അതായത് അബദ്ധമൊക്കെ പറ്റും, കുറച്ച് നാളും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് പറയും. അതിനുശേഷം വീണ്ടും ഒരുപാട് സമയം ഇതിനായി വെയിറ്റ് നമ്മൾ ചെയ്യും. ഈ കാട്ടുകള്ളന്മാർ അതിനുശേഷം നമ്മൾ പറ്റിക്കും. അതായത് എത്ര വെയിറ്റ് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ശരിക്കും മണ്ടന്മാരായ രീതിയിൽ പറ്റിക്കപ്പെടും. ഈ ഏജൻസികൾ ചെയ്യുന്ന കാര്യം ഇതാണ്. ഇതിന് ആകെയുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ, അതായത് ഈ ഏജൻസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കണ്ടിട്ടുള്ള ഏജൻസിയെക്കുറിച്ചോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആദ്യം തന്നെ അടുത്തുള്ള ആ ഒരു ഏജൻസി എവിടെയാണോ അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച് കൺഫേം ആക്കുന്നത് നല്ലതാണ്. അവർ പല ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും. നിങ്ങളെ പറ്റിച്ചിട്ടുള്ള ഒരു ഏജൻസിയുടെ പേര് കമൻ്റായി നൽകുക.